നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ട്രയാങ്കുലർ തിയറി ഓഫ് ലവിനെ കുറിച്ച് സംസാരിച്ചു. മാരിറ്റൽ അഫെയർസിൽ വരുന്ന ട്രയാങ്കുലർ തിയറി ഓഫ് ലവ്. പക്ഷേ ഇതിൽ ഇൻറ്റിമസി വേണം, അതുപോലെ കമ്മിറ്റ്മെൻറ്റ് വേണം, പാഷൻ വേണം എന്ന് പറഞ്ഞു. പക്ഷേ ഇത് മൂന്നും ഇല്ലാതെ മറ്റൊരു സബ്ജക്റ്റിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ്. ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ്, അതായത് അവിഹിതം, ഒരുപാട് കൂടി വരുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു ബെറ്റർ പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും മറ്റൊരാളെ തേടി പോകുന്നത് എന്തിനായിരിക്കും? നമുക്ക് സംസാരിക്കാം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് SUT ഹോസ്പിറ്റൽ പട്ടം സീനിയർ സൈക്കോളജിസ്റ്റ് നിതിൻ AF. വെൽക്കം ടു ദ ഷോ. സർ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവിഹിതം വളരെയധികം കൂടി വരുന്നുണ്ട്. നമ്മൾ പല സിനിമകളിലും അതുപോലെ തന്നെ പല റീൽസുകളിലും ഇപ്പോൾ അവിഹിതത്തെ കുറച്ച് പോസിറ്റീവായിട്ട് ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കാറുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഒരു പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ട്, ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള പ്രശ്നം തന്നെ നമുക്ക് എടുക്കാം, മുഖ്യമന്ത്രിയായി മറ്റൊരു സംസ്ഥാനത്ത്, അതും ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു 70% ആളുകളും അത് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. 30% ആളുകളായിരിക്കും അതത്ര ശരിയല്ലല്ലോ എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ സമൂഹം ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത്? അതൊരു റീസെൻ്റ്ലി ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഈവിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുകയും അതിനെ നോർമലൈസ് ചെയ്യുകയും ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്, നമ്മുടെ സമൂഹത്തിൽ കുറച്ച് പേര്, വളരെ ചെറിയൊരു ശതമാനം, ഒരു ഈവിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അത് നമുക്ക് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. പക്ഷേ ഈ ചെയ്യുന്നത് ഗ്ലോറിഫൈ ചെയ്യുകയും നോർമലൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ആ സമൂഹത്തെ മൊത്തം ഡിസ്ഫങ്ഷണലായിട്ടുള്ള സിക്കായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് എത്തിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ഉദാഹരണമാണ് ഈ പറയുന്ന എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് വരുന്ന ചില പ്രതികരണങ്ങളൊക്കെ തന്നെ. അപ്പോൾ ആൾക്കാരൊക്കെ തന്നെ എന്താണ് ശരി അല്ലെങ്കിൽ എന്താണ് ഗുഡ് എന്നുള്ളതിനേക്കാളുപരി പോപ്പുലർ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു ജനറൽ കൺസെൻസസ് അല്ലെങ്കിൽ ട്രൂത്ത് എന്നുള്ളതിനേക്കാളുപരി ഈ പോപ്പുലർ ഒപ്പീനിയനും ജനറൽ കൺസെൻസസിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള, ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ ആൾക്കാർ അതിൻ്റെ ശരി തെറ്റുകൾ ചിന്തിക്കാതെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ തെറ്റായ പ്രവണത നമ്മുടെ സമൂഹത്തിൽ, ചിലപ്പോൾ അവരോടുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരിക്കാം അവരത് അങ്ങനെ ചിന്തിക്കുന്നത്. അതെ അതെ, വാസ്തവം. അവർ ചിന്തിക്കുന്നില്ല. പലരും അവർക്ക് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടെന്ന് പോലും അവർ തിരിച്ചറിയുന്നില്ല. അവരുടെ ഒരു ലീഡർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ പറയുന്നത് കേട്ടുകൊണ്ട് അതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു രാജ്യത്തിന് തന്നെ നല്ലതല്ല, ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിന് തന്നെ നല്ലതല്ല. ശരിയും തെറ്റും ആൾക്കാർ ചിന്തിക്കാനും അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് കുറെ കൂടെ ക്ലാരിറ്റി ഉണ്ടാക്കാനും അതനുസരിച്ച് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും അതനുസരിച്ച് അവരുടെ വോട്ടിംഗ് റൈറ്റ് ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സൊസൈറ്റി നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഒരു സാധാരണ പേഴ്സണിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിലേക്ക് അവർ ചെന്ന് വീണ് പോകുന്നത്? എന്തുകൊണ്ടായിരിക്കും? അതിന് ധാരാളം കാരണങ്ങളുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ടും കാണുന്നത് ഒന്ന് ടെക്നോളജിക്കലായിട്ടുള്ള ഡെവലപ്മെന്റ്, അതായത് ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആപ്പുകൾ, സോഷ്യൽ മീഡിയകൾ, അതുവഴി വന്ന കുറേ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. വേറൊരു മേജർ ഷെയറും കാണാൻ പറ്റുന്നത് വർക്ക് പ്ലേസിലുള്ള എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പുകളാണ്. അപ്പം ഈ ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആപ്പുകൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ടെക്നോളജിക്കൽ റവല്യൂഷൻ വന്നതിന് ശേഷം സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരാളെ കണ്ടു, ഒരു ഇൻഫാക്ച്വേഷൻ തോന്നിക്കഴിഞ്ഞാൽ ആ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാനും അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കി പരിചയപ്പെട്ട് മുന്നോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് ധാരാളമാണ്. അപ്പോൾ പണ്ട് നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങ് പുറത്തിറങ്ങുമ്പോൾ അത് കഴിയുകയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, വിത്തിൻ 2 hour മെസ്സേജ് അവിടെ ചെല്ലുകയാണ് ആക്ച്വലി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ടെക്നോളജിക്കൽ ഇമ്പാക്റ്റ് കാരണം എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത് വർക്ക് പ്ലേസിൽ, ഇപ്പം നമ്മൾ വീട്ടിൽ വൈഫുമായിട്ട് അല്ലെങ്കിൽ സ്പൗസുമായിട്ട് ഹസ്ബൻഡുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം ഇൻറ്റിമേറ്റ് ആയിട്ട് സംസാരിക്കാനും ഇമോഷണലായിട്ട് ബോണ്ടിങ് ഉണ്ടാക്കാനൊക്കെ കിട്ടുന്ന സമയം കുറവായിരിക്കും. അതേസമയം വർക്ക് പ്ലേസിൽ വരുമ്പോൾ ഈ പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അതായത് നമ്മൾ ഏറ്റവും അടുത്ത് ആരുടെ കൂടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റിമസി അവരുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ സംസാരിക്കുമ്പോൾ ആദ്യം ഫോർമൽ ആയിട്ടുള്ള ഓഫീസിലെ കാര്യങ്ങൾ, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നതെങ്കിൽ പിന്നീട് സബ്സിക്വൻ്റ്ലി
കണക്ഷൻ ആവും. ഇമോഷണൽ ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, സീക്രട്ടുകൾ ഷെയർ ചെയ്ത് വരുമ്പോൾ ഇവരുടെ ഇടയിൽ ഈ പറഞ്ഞൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബോണ്ടിങ്, ഇന്റിമസി ഡെവലപ്പ് ചെയ്യുകയാണ്. പിന്നെ ഇവർ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുക, ആ ക്യാമ്പസിന്, അതായത് വർക്ക് റിലേറ്റഡ് ആയിട്ട് അല്ലാത്ത കാര്യങ്ങളിൽ പേഴ്സണലായിട്ട് അവർ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ സബ്സിക്വൻ്റ്ലി ഈ പറയുന്ന എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് കൂട്ടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ഈ റീസെൻ്റ് ആയിട്ട് വന്ന ടെക്നോളജിക്കലായിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണെങ്കിലും ഈ വർക്ക് പ്ലേസിൽ ഇങ്ങനെ കൂടുതലായിട്ട് വന്ന എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും റീസെൻ്റ്ലി വന്ന ഒരു ഡെവലപ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ആൾക്കാർ ഇതിനെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്ത് നോർമലൈസ് ചെയ്ത് അവരുടെ ഈവിളായിട്ടുള്ള സിക്കായിട്ടുള്ള ഇൻട്രസ്റ്റുകളെ നടപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കേൾക്കാൻ ഒരാള്, അതായിരിക്കും മേ ബി ഇവർ അതിലോട്ട് മാറിപ്പോകുന്നത്. ഈ കേൾക്കാൻ ഒരാളാണ് പിന്നീട് എനിക്ക് കേട്ടില്ലെങ്കിൽ പിന്നെ ഉറക്കം വരില്ല എന്നുള്ള രീതിയിലേക്ക് മാറുന്നത്. അപ്പോൾ ഈ പാർട്ട്ണർക്ക് കേൾക്കാൻ സമയമില്ല, അല്ലെങ്കിൽ കൂടെയുള്ള ആള് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇല്ല, അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും പല രീതിയിലേക്ക് ഇവർ ഒരു അവിഹിതത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പം ഇങ്ങനെ പോകുന്ന ആ ഒരു സ്ലിപ്പ് ചെയ്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും നമ്മുടെ മനസ്സിനെ എങ്ങനെയായിരിക്കും പിടിച്ചു നിർത്താൻ പറ്റുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രാക്ടിക്കലി എല്ലാ ആൾക്കാരും ലൈഫിൽ ഫോളോ ചെയ്യേണ്ടതുമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഒരു മെയിൽ ഫീമെയിൽ റിലേഷൻഷിപ്പ് ഏതുവരെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മെയിലിനും ഫീമെയിലിനും ക്ലോസ് ഫ്രണ്ടായിട്ട് ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഏറ്റവും ക്ലോസസ്റ്റ്, നമ്മുടെ ലൈഫിലെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് ഓപ്പോസിറ്റ് ജെൻഡറിലെ ഒരാളിന് ആവാൻ കഴിയില്ല എന്നുള്ളതാണ്. നിറം സിനിമയിലെ ജോമോള് പറയും പോലെ ആയിരിക്കാം ഞാൻ ആ സിനിമ എനിക്ക് ഓർക്കുന്നില്ല ഡയലോഗ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പോസ്റ്റ് മോഡേൺ നോഷൻ നറേറ്റീവ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അത് ഒരു ഡിസോണസ്റ്റ് ആയിട്ടാണ്, ഒട്ടും ഇൻറ്റഗ്രിറ്റി ഇല്ലാതെ അവർ ലൈഫിൽ നടപ്പാക്കാത്ത, ഹിപ്പോക്രറ്റായിട്ട് അവർ സംസാരിക്കുന്ന, വളരെ പോപ്പുലർ ഒപ്പീനിയന് വേണ്ടിയിട്ടും ഒരു ഫാൻ ബേസിന് വേണ്ടിയിട്ടും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും മാത്രം പറയുന്നതാണ്. പക്ഷേ റിയാലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെയിലിനും ഫീമെയിലിനും ക്ലോസ് ഫ്രണ്ടായിട്ട് ഇരിക്കാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ്. ബിയോണ്ട് എ സെർട്ടൻ ലിമിറ്റ് ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റേ ആൾക്ക് അവരുടെ ഇടയിൽ നിലവിലുള്ള റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് ഉണ്ടാകുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് റിലേഷൻഷിപ്പിലേക്ക് ഉള്ള ആ ഒരു സ്ലിപ്പ് അത് വളരെ നാരോ ആണ്, വളരെ തിന്നായിട്ടുള്ള ഒരു ലൈനാണ്. അപ്പം നമ്മളുടെ ഇൻറ്റിമസി, അതായത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത്, സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് പോകുമ്പോൾ സബ്സിക്വൻ്റ്ലി ഈ ലൈൻ കുറഞ്ഞു വരികയും ഈ പറയുന്ന ഒരു ഇമോഷണൽ ഇന്റിമസി പിന്നെ ഫിസിക്കൽ സെക്ഷൽ റിലേഷൻഷിപ്പിനകത്തേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ല മോസ്റ്റ് ഓഫ് ദ കേസിലും എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലും ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് ഈ ബൗണ്ടറി വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പ്രത്യേകിച്ച് വർക്ക് പ്ലേസിൽ അതുപോലുള്ള പബ്ലിക് സെറ്റിങ്സിൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ പരമാവധി ഫോർമലായിട്ടുള്ള, ഒഫീഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഡിസ്കഷൻ നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പേഴ്സണലായിട്ടുള്ള സീക്രട്ടുകൾ, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഫാമിലി റിലേറ്റഡുമായിട്ട് ഉള്ള കാര്യങ്ങൾ, സ്പൗസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള, അതായത് ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് ഡിസ്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഒഫീഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വർക്ക് പ്ലേസിലുള്ള അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പസിനകത്ത് മാത്രം നമ്മൾ മീറ്റ് ചെയ്യുന്നത് കൺഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ഓഫീസിനകത്തുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഈ ക്യാമ്പസിന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അത് വീണ്ടും വേറെ തലത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആളുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. ഒപ്പം നമ്മുടെ സ്പൗസുമായിട്ട് വളരെ കമ്മിറ്റ്മെൻ്റ് ഉള്ള, ഇൻറ്റിമസി ഉള്ള, പാഷനേറ്റ് ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ നമ്മുടെ കൂടെയുള്ള പാർട്ട്ണർ നമ്മളെ കേൾക്കാൻ അയാൾ സമയവുമില്ല, അതുമാത്രമല്ല ആ ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സീക്രട്സോ ഇതൊന്നും പറയാൻ ഉള്ളൊരു ടൈം അല്ലെങ്കിൽ അത് കേൾക്കാനുള്ളൊരു സമയം പാർട്ട്ണർ തരുന്നില്ല. ഇതുകൊണ്ടായിരിക്കുമല്ലോ മറ്റൊരു വ്യക്തിയിലേക്ക് പോകുന്നത്.
അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും നമുക്ക് അല്ലാതെ ഒരു ഫ്രണ്ട്, ജഡ്ജ്മെന്റ് ഇല്ലാതെ കേൾക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് എവിടെ, ആരെടുത്ത്, എങ്ങനെ തുടങ്ങാം? അതിനൊരു സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് സെയിം സെക്സിലുള്ള ലോങ് ടേം ആയിട്ടുള്ള ക്ലോസ് ഫ്രണ്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല കാര്യങ്ങളും വരാം, നമ്മൾ ഉദ്ദേശിക്കാത്ത പല സിറ്റുവേഷൻസും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാം. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ലോങ് ടൈം ആയിട്ട് പെട്ടെന്നുള്ളതല്ല, വർഷങ്ങൾ കൊണ്ട് അറിയാവുന്ന ഒരു ഫ്രണ്ട് നമ്മൾ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളത്, സെയിം ജെൻഡറിലുള്ള ഒരു ഫ്രണ്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പിനെ ലോങ് ടൈം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, ഷോർട്ട് ടൈം ആയിട്ട് വരുന്നു പോകുന്നു. അതൊരിക്കലും ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ അല്ല ആക്ച്വലി. അപ്പോൾ നമുക്ക് വർഷങ്ങളായിട്ട്, അതായത് നമ്മുടെ നല്ലത് മാത്രം പറയുകയല്ല ആക്ച്വലി ഒരു നല്ല ഫ്രണ്ട് എന്ന് പറയുന്നത്, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുകയും നമ്മളിൽ നിന്ന് ബെസ്റ്റ് ആഗ്രഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്, നമ്മുടെ ഒരു ഫ്രണ്ടിന് ഒരു നല്ല കാര്യം വരുമ്പോൾ നമ്മൾ പുറമെ കൺഗ്രാജുലേറ്റ് ചെയ്യുമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു വിഷമം വരും, അവന് ഇത് കിട്ടിയല്ലോ എന്നുള്ള ഒരു സാഡിസ്റ്റിക് പോയിന്റ്. അപ്പൊ ആക്ച്വലി അതല്ല ഒരു ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിൽ നിന്ന് ബെസ്റ്റ് എയിം ചെയ്യുന്ന, ക്രിട്ടിസൈസ് ചെയ്യുന്ന, ലോങ് ടൈം ആയിട്ടുള്ള സെയിം ജെൻഡറിലുള്ള ഒരു ക്ലോസ് ഫ്രണ്ട് എല്ലാ ആൾക്കാർക്കും ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നുകൂടി പറയാം, നെഗറ്റീവും പോസിറ്റീവും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എക്സാക്ട്ലി അത് മനസ്സിലാക്കുകയും പറയുകയും കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം മെയിൽസിന്റെ ഇൻട്രസ്റ്റും ഫീമെയിൽസിന്റെ ഇൻട്രസ്റ്റും ഡിഫറെന്റ് ആണ്. ഇപ്പോൾ എൻ്റെ വൈഫ് സംസാരിക്കുന്നത് ചിലപ്പോൾ മേക്കപ്പിനെ പറ്റിയായിരിക്കാം, ഡ്രസ്സിനെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ ഷോപ്പിങ്ങിനെ പറ്റിയായിരിക്കാം. അപ്പോൾ അതൊക്കെ ഒരു മെയിലിനെ സംബന്ധിച്ചിടത്തോളം ബിയോണ്ട് എ സെർട്ടൻ ലിമിറ്റ്, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ബിയോണ്ട് എ സെർട്ടൻ ലിമിറ്റ് അത് കേട്ടിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ചെറിയ ന്യൂക്ക് ആൻഡ് കോർണർ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ഈ മേക്കപ്പ് ആണെങ്കിലും ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ, സ്റ്റിച്ചിങ് ആണെങ്കിലും അതൊക്കെ ചിലപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കണമെന്നില്ല. പക്ഷെ ഒരു ഫീമെയിൽ ക്ലോസ് ഫ്രണ്ട് ആകുമ്പോൾ അതിനകത്ത് കൂടുതൽ സംസാരിക്കാൻ, ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യും. അതേസമയം ഹസ്ബൻഡിന്റെ സൈഡ് നോക്കുമ്പോൾ ഇപ്പോൾ വാറിനെ കുറിച്ച് സംസാരിക്കാം. ചിലപ്പോൾ ഫീമെയിൽസ് അല്ലെങ്കിൽ വൈഫ് പൊതുവെ വാറിന്റെ കാര്യങ്ങൾ ചിലപ്പോൾ ഇഷ്ടമുള്ള ആളാവണമെന്നില്ല. ജിയോ പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കുക, താല്പര്യമുള്ള ആളാവണമെന്നില്ല പൊതുവെ ഫീമെയിൽസ്. ഇപ്പം വണ്ടികൾ, വാഹനങ്ങൾ, സ്പോർട്സ്, അപ്പം ടൂൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ മെയിൽസിനൊരു മെയിൽ ഫ്രണ്ട് ഉണ്ടെങ്കിൽ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് സ്പോർട്സിനെ പറ്റിയൊക്കെ സംസാരിക്കാനാണെങ്കിലും വാറാണെങ്കിലും അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ ഉണ്ടാവുക എന്നുള്ളത് അവരുടെ ലൈഫ് കുറെ കൂടെ ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് യൂസ്ഫുൾ തന്നെയാണ്. അത് ഈ പറയുന്ന രീതിയിൽ ഓപ്പോസിറ്റ് ജെൻഡറിൽ ബിയോണ്ട് എ സെർട്ടൻ ലിമിറ്റ് പോകുമ്പോഴാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിനാരിയോയിലേക്ക് പോകുന്നത്. പക്ഷെ അത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഗ്ലോറിഫൈ ചെയ്ത് നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മുടെ സൊസൈറ്റി ഒരു കെയോട്ടിക് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകും. മാത്രമല്ല നമ്മുടെ ഫാമിലികളെല്ലാം വളരെ അൺസർട്ടനിറ്റിയിലേക്ക് പോകുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കാൻ വരുമായിരുന്നു, പക്ഷെ അതിൻ്റെ കൺക്ലൂഷനും ഇതിൽ തന്നെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. കാരണം ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അതൊരു ആണും പെണ്ണും തമ്മിൽ എന്താ ഫ്രണ്ട്സ് ആയാൽ അതൊരു ലോങ് ടേം ആയിട്ട് പൊയ്ക്കൂടെ എന്ന് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് വരാം. പക്ഷെ അതിനുള്ളൊരു ഉത്തരവും ഇപ്പോൾ ഓൾറെഡി സാറ് പറഞ്ഞു കഴിഞ്ഞു. എനിവേ, എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സ് കൊണ്ട് നടക്കുന്നവർ അല്ലെങ്കിൽ ഇനി ആകാൻ പോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബം തന്നെയാണ് നശിക്കാൻ ഉദ്ദേശിക്കുന്നത്, നശിക്കാൻ പോകുന്നതും. അപ്പോൾ നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. എനിവേ, മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു സോ മച്ച്.